സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ മെൻസ് അവാർഡ്സിനെ കുറിച്ചാണ്. സോ മെയിൻലി ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ അവാർഡ് ആരാ നേടിയത്? ഉസ്മാൻ ഡെമ്പലെ. പ്യുവർലി ഡിസേർവിങ് ഇൻ മൈ ഒപ്പീനിയൻ. ഓക്കെ, പ്യുവർലി ഡിസേർവിങ്. പക്ഷെ തുടക്കം തന്നെ പറയാണ്, ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ പ്ലെയേഴ്സിനെ എന്തിനാണ് ഇത്രയധികം തഴയുന്നത്? ഓക്കെ, അവരെ എന്തിനാണ് ഇങ്ങനെ ഒഴിവാക്കി വിടുന്നത്? അതും പ്രോപ്പർ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലല്ലേ റാഫീനിയൊക്കെ ഇപ്രാവശ്യം ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്? 38 ഗോളും 25 അസിസ്റ്റും. അതൊരു ചെറിയ ഗോൾ കോൺട്രിബ്യൂഷൻ ആണോ? ചെറുതാണോ? 60-ലേറെ ഗോൾ കോൺട്രിബ്യൂഷൻ ബ്രസീലിനും ബാഴ്സലോണക്കും വേണ്ടി കൂടിയൊക്കെ ആയിട്ട്. നിങ്ങൾ എംബാപ്പേനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലോ. ഓരോരുത്തരുടെ വോട്ടൊക്കെ ഞാൻ കണ്ട സമയത്ത് എംബാപ്പയൊക്കെ ഉണ്ട് ഫസ്റ്റ് കൊടുത്തത്. കഴിഞ്ഞ സീസണിൽ എന്ത് തേങ്ങ എംബാപ്പയെ കാണിച്ച്? ഒരു ഐഡിയ ഇല്ല. സംഭവം ശരിയാണ്, കുറേ ഗോൾ സ്കോർ ചെയ്തു, ഗോൾഡൻ ബൂട്ട് നേടി. പക്ഷേ ഒരു ടീം ആസ് എ ക്ലച്ച് മൊമെൻറ്റ്സ് എന്നുള്ള രീതിയിലൊന്നും എംബാപ്പയെ കാര്യമായിട്ട് ഒന്നും കാണിച്ചിട്ടില്ല. ടു ബി ഫ്രാങ്ക്, റയൽ മാഡ്രിഡിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മാച്ചസും കണ്ട ഒരാളാണ് ഞാൻ കഴിഞ്ഞ സീസണിൽ. ഒരു തേങ്ങ റയൽ മാഡ്രിഡിൽ എംബാപ്പയെ കാണിച്ചിട്ടില്ല. ഫ്രാൻസും കാര്യമായിട്ടൊന്നും കഴിഞ്ഞ സീസണിൽ അങ്ങനെ വന്നിട്ടില്ല. മറ്റേ നാഷൻസ് ലീഗിൽ സെമി ഫൈനലിൽ പുറത്തായി, 5-4 സ്പെയിനിനോട് പുറത്തായി. വേറെ കാര്യമായിട്ടും ഇതിലൊന്നുമില്ല. എംബാപ്പയ്ക്കൊക്കെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഡേവിഡ് അലാബ പോട്ടെ, പിന്നെ റയൽ മാഡ്രിഡ് പ്ലെയറാണ്. ലയണൽ സ്കലോനിയൊക്കെ ഉണ്ടെടി എംബാപ്പയ്ക്ക് ഫസ്റ്റ് വോട്ട് കൊടുത്തിട്ടുണ്ട്. ലയണൽ മെസ്സി 2ാം സ്ഥാനത്ത് എംബാപ്പേനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെസ്സി എംബാപ്പയുടെ കൂടെ കളിച്ചതാണെന്നെങ്കിലും വിചാരിക്കുക. അല്ലാത്തവന്മാരൊക്കെ എന്തിന് എംബാപ്പയ്ക്കൊക്കെ ഫസ്റ്റ് കൊടുക്കണം? ഞാൻ നോക്കിയപ്പോൾ വിറ്റീനിയൊക്കെ ഉണ്ട് 7ാം സ്ഥാനത്ത്, എല്ലാം നേടി കഴിഞ്ഞ സീസണിൽ. എന്താ നേടാത്തത്? എനിക്ക് തോന്നുന്നു ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് മാത്രം, അതും ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. വിറ്റീനിയൊക്കെ കഴിഞ്ഞ സീസണിൽ എച്ചാതി പെർഫോമൻസാണ് പുൾ ഓഫ് ചെയ്തത്. വിറ്റീനിയ 7, എംബാപ്പെ 3. എച്ചാതി വോട്ടിങ് ആടേ. വോട്ട് ചെയ്തവന്മാരൊക്കെ സമ്മതിക്കണം. ഒരു മനസമാധാനമുള്ളത് വിന്നർ ഡിസേർവിങ്. ഉസ്മാൻ ഡെമ്പലെ ഈസ് പ്യുവർലി ഡിസേർവിങ്. അതിൽ നമുക്ക് ആർക്കും ഒരു ഡൗട്ടും ഇല്ല, എനിക്കില്ല, ആർക്കും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, പിന്നെ റാഫീനിയെ തഴഞ്ഞത് അത് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. കാരണം റാഫീനിയുടെ കഴിഞ്ഞ സീസൺ എന്നൊക്കെ പറഞ്ഞാൽ എജാതി സീസണാണ്. എംബാപ്പയ്ക്കൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ബാലൻഡിയോറിൽ നേരെ എടുത്ത് കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ നേരെ എടുത്ത് കൊടുക്കുമല്ലോ. കാരണം കുറേ ഗോളും കാര്യങ്ങളൊക്കെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. കപ്പൊന്നും വേണ്ടല്ലോ, കുറേ ഗോൾ മതിയല്ലോ. അതെ, റാഫീനിയുടെ കയ്യിലും ഗോളുണ്ട്. പക്ഷേ ഒരു ഐഡിയ ഇല്ല എന്തിനാണോ യൂറോപ്യൻ പ്ലേയേഴ്സിനെ മാക്സിമം തള്ളിക്കയറ്റി വിടുക. അവന്മാർ കുത്തിക്കയറ്റാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയാണ്. ആ ഫിഫ മെൻസ് ബെസ്റ്റ് 11 കാണുന്ന സമയത്ത് നമുക്കതാണ് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അതിലോട്ടൊക്കെ വരാം. ഓക്കെ, ടു ബി ഫ്രാങ്ക് അതിലോട്ടൊക്കെ വരാം. എന്തായാലും ബെസ്റ്റ് പ്ലെയറായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഉസ്മാൻ ഡെമ്പലെയാണ്. ബെസ്റ്റ് കോച്ചായിട്ട് തിരഞ്ഞെടുത്തത് ലൂയിസ് എൻറിക്കെയാണ്, പ്യുവർലി ഡിസേർവിങ്. ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ജിയാൻലുഗി ഡൊണാറൂമ തന്നെയാണ്. അതും പ്യുവർലി ഡിസേർവിങ് ആണ്. അതിലൊന്നും നമുക്ക് ആർക്കും ഇവിടെ സംശയമില്ല. അത് ഭയങ്കര സന്തോഷം അതൊക്കെ കണ്ട സമയത്ത്. പുസ്കാസ് അവാർഡൊക്കെ ഉണ്ട്. ആ ഒരു പ്ലെയറുടെ പേരൊന്നും എനിക്കറിയില്ല, ടു ബി ഫ്രാങ്ക്. ഞാൻ ആ ഗോളും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വല്ല ഡിസ്കസ് ചെയ്യാത്തത്. പിന്നെ അതുപോലെ തന്നെ ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയറിൻ്റെ ടോപ്പ് 10 ലിസ്റ്റ് എനിക്ക് എവിടെയും തപ്പിയിട്ട് കിട്ടിയില്ലേ. ആർക്കെങ്കിലും കിട്ടിയെന്നുണ്ടെങ്കിൽ ആ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ. ആ ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയറോട് ആരൊക്കെയാണ് ആ ഒരു ടോപ്പ് 10-ലുള്ളത്? റാഫീനിയൊക്കെ എത്രാം സ്ഥാനത്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ നോക്കി, എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അത്ര അധികം നോക്കിയിട്ടില്ല, കുറച്ചൊക്കെ നോക്കിയ സമയത്ത് എനിക്കത് കാണാൻ പറ്റിയില്ല. ഓക്കെ, പിന്നെ മാർക്കയിലേക്ക് അവിടെയും ഇവിടെയും ചില റാങ്കിങ്സൊക്കെ കണ്ട സമയത്താണ് ഈ വിറ്റീനി 7ാം സ്ഥാനത്ത്, എംബാപ്പയാണ് 3ാം സ്ഥാനത്ത് എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റിയത്. ഓക്കെ, ലമീൻ യമാലാണ് 2ാം സ്ഥാനത്ത്, 1ാം സ്ഥാനത്തുള്ളത് ഉസ്മാൻ ഡെമ്പലെ. അങ്ങനെയൊക്കെയാണ് പോക്കുള്ളത്. എനിക്ക് എംബാപ്പെ 3ാം സ്ഥാനത്ത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ. എംബാപ്പെ ടോപ്പ് 10 ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്, നല്ലൊരു പൊട്ടൻഷ്യലാണ്, വളരെ വലിയൊരു ഗ്രേറ്റ് പ്ലെയറാണ്. പക്ഷേ കഴിഞ്ഞ സീസണിൽ എംബാപ്പെ റയൽ മാഡ്രിഡിന് അല്ലെങ്കിൽ ഫ്രാൻസിന് വേണ്ടി കാര്യമായിട്ടും ക്ലച്ച് ഒന്നും കൊടുത്തിട്ടില്ല. വെറും ഗോൾ സ്കോറിങ് മാത്രമാണോ ഈ ഒരു പ്ലെയറിന് വോട്ട് ചെയ്യാനുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ഐ ഡോണ്ട് നോ. ടോപ്പ് 10-ൽ റാഫീനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാണ്, വൈ റാഫീനിയ ഈസ് നോട്ട് ഇൻ ദി ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 3 ലിസ്റ്റ് ഓഫ് ദി ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ അവാർഡ്? എന്തുകൊണ്ട് റാഫീനിയല്ല? 38 ഗോളും 24 അസിസ്റ്റും. ഞാൻ എണ്ണി പറയാം. UCL ടോപ്പ് സ്കോറർ, സംഭവം ശരിയാണ്, ഒപ്പം ഗുരേസയുണ്ട്. പക്ഷേ എന്നാലും ടോപ്പ് സ്കോറർ റാഫീനിയുണ്ട്. UCL ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡർ വേറെ ആരുമില്ല, റാഫീനി ഒറ്റക്കാണ്. ലാലിഗയിൽ 18 ഗോളം കണ്ടിട്ട് അദ്ദേഹം അടിച്ചിട്ടുണ്ട്, 11 അസിസ്റ്റ് അദ്ദേഹത്തിനുണ്ട്. ബയൺ മ്യൂണിക്കിനെതിരെ ഹാട്രിക്ക്, ബെൻഫിക്കയ്ക്കെതിരെയൊക്കെ ബാഴ്സലോണയുടെ മാച്ച് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ബാഴ്സലോണ റെഡ് കാർഡ് മേടിച്ച്, കുബാരസിക്കാണെന്ന് തോന്നുന്നു, റെഡ് കാർഡൊക്കെ മേടിച്ച് നിൽക്കുന്ന സമയത്ത് റാഫീനിയാണ് ഒരു ഗോൾ സ്കോർ, ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഗോൾ സ്കോർ ചെയ്ത് ആ ഒരു ടീമിനെ വിജയിപ്പിച്ചത്. ബെൻഫിക്കയിൽ, പോർച്ചുഗലിൽ അവിടെ പോയിട്ട് റാഫീനയുടെ സീസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ
പ്ലെയർ ഔട്ട്സ്റ്റാൻഡിങ് സീസൺ. എന്തുകൊണ്ട് ഈ ഒരു പ്ലെയറിനെ ഇങ്ങനെ ഒഴിവാക്കി വിട്ടു എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കഴിഞ്ഞ സീസണിലൊക്കെ വിനീഷ്യസ് ജൂനിയറിന് ബെസ്റ്റ് പ്ലെയർ അവാർഡ് എങ്ങനെ ഇപ്പോൾ കിട്ടിയത്? ലാറ്റിൻ അമേരിക്കൻ പ്ലേയേഴ്സിന് ഇങ്ങനെ തടയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വിനി അജാതി പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തോണം. വിനിക്ക് എൻ്റെ ചാമ്പ്യൻസ് ലീഗ് അങ്ങനത്തെ കാര്യങ്ങൾ ലാലിഗ എല്ലാം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വിനീഷ്യസ് ജൂനിയറിന് ഫസ്റ്റ് കിട്ടിയത്. ബാലൻഡിയോറിൽ അവിടെ സെക്കൻഡ്, ബാലൻഡിയോറിലൊക്കെ ഫിഫ്ത്തിൽ. റഫീനയ്ക്ക് ഞാൻ ടു ബി ഫ്രാങ്ക് പറയാമല്ലോ, കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയുടെ ലമീൻ യമാലിനെക്കാട്ടി നല്ല പ്ലെയർ റഫീന ആയിരുന്നു. ലമീൻ യമാൽ ഇസ് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ, അതിലൊന്നും ഇവിടെ ആർക്കും സംശയമില്ല. ഈസ് എ ജനറേഷണൽ ടാലൻറ്റ്, നല്ല പ്ലെയറാണ്. പക്ഷേ ലമീൻ യമാലിനെക്കാട്ടിയും ബെസ്റ്റ് പ്ലെയർ റഫീന അല്ലടേ. എന്താടാ ഇത്? ഞാൻ പലരുടെയും വോട്ടിങ് കണ്ടപ്പോഴാണ് ഞാൻ ആ അന്തം വിട്ടുപോയത്. ഒരു മാർക്കീന്യൂസിൽ റഫീനയ്ക്ക് സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. വേറെ ആരും ഒരു നോൺ പ്ലെയേഴ്സൊന്നും ഒക്കെ അവരവരുടെ ഫേവറേറ്റ് പ്ലേയേഴ്സിന് അങ്ങനെ ഇട്ട് കൊടുത്ത് പോയിട്ടുണ്ട്. അല്ലാതെ ഇവാൻ ഒബ്ലാക്കൊക്കെ 1ാം സ്ഥാനം എംബാപ്പയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലൊവേനിയൻ്റെ ക്യാപ്റ്റനാണ് ഇവാൻ ഒബ്ലാക്ക്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനോക്ക് പ്രാവശ്യം വോട്ടില്ല. അദ്ദേഹം എന്താ അറിയില്ല, വോട്ടില്ല. ബെർണാഡോ സിൽവിയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹം വോട്ട് ചെയ്ത് വിറ്റീനിയ, ന്യൂനോ മെൻഡസ്, പിന്നെ അതുപോലെ തന്നെ ഒസ്മാൻ ഡെമ്പലെ. അതൊക്കെ പക്കാ പ്യുവർ കാര്യങ്ങളാണ്. വേണേൽ വിറ്റീനിയക്ക് ബാലൻഡിയോർ അല്ലെങ്കിൽ ഫിഫ മെൻസ് പ്ലെയർ അവാർഡ് കൊടുക്കാം മേ ബി, വേണേൽ കൊടുക്കാം. ന്യൂനോ മെൻഡസ് നല്ലൊരു സീസണായിരുന്നു. ഡെമ്പലെ അതൊക്കെ നല്ല വോട്ടിംഗ് ആയിരുന്നു. വൈ എംബാപ്പെ സമ്മൺ ഈസ് പുട്ടിങ് എംബാപ്പെ ഓൺ ഫസ്റ്റ്? ഒരു ഐഡിയ ഇല്ല. ഇനി നമുക്ക് പോട്ടെ, അതൊക്കെ പോട്ടെ, കഴിഞ്ഞു. ഫിഫ മെൻസ് ബെസ്റ്റ് 11 ടോപ്പ് 11 ഫിഫ 5 പ്രോ വേൾഡ് 11 റഫീന ഉണ്ടാവും എന്ന് വിചാരിച്ചല്ലോ, അതുമില്ല. നമുക്കതിലോട്ടൊന്ന് ജസ്റ്റ് വരാം. ഗോൾ കീപ്പറായിട്ട് ഡൊണാറുമ ഡിസേർവ്, വെർജിൽ വാൻ ഡൈക്കും, പിന്നെ അതുപോലെ തന്നെ വില്യം പാച്ചോ, PSG വില്യം പാച്ചോ ആണ് CB ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഫൈൻ. മാർക്കിന്യൂസ് ഇല്ല, അത് വേറെ കാര്യം. മാർക്കിന്യൂസ് മറ്റേ ടോപ്പ് 10 ടോപ്പ് 30 അതിൽ പോലും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. അതൊക്കെ വൻ കോമഡിയാണ്, അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ക്യാപ്റ്റനാണ്, വിന്നിങ് ടീമിൻ്റെ ഒരു ക്യാപ്റ്റനാണ്, അത്രയും എല്ലാം നേടിയതിൻ്റെ ഒരു ക്യാപ്റ്റനാണ് മാർക്കിന്യൂസ്. അദ്ദേഹം അവിടെ ഇല്ല, പോട്ടെ, വേറെ കാര്യം. റൈറ്റ് ബാക്ക് ആയിട്ട് ഹക്കീമി ഡിസേർവിംഗ് ആണ്. ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ന്യൂനോ മെൻഡസ് ഡിസേർവിംഗ് ആണ്. മിഡ്ഫീൽഡേഴ്സായിട്ട് ബെല്ലിംഗാമും വിറ്റീനി. ഹൂ put Bellingham on this FIFA Men's Best Player Award, this FIFA 5 Pro World 11? ആരാണ് ബെല്ലിംഗാമിനെ ഈ ഒരു ടീമിലോട്ട് തള്ളിക്കയറ്റി വിട്ടത്? വാട്ട് ദ ഫക്ക് ഈസ് ബെല്ലിംഗാം ഡൂയിങ് ദേർ? എന്ത് തേങ്ങയാണ് ബെല്ലിംഗാം അവിടെ കാണിച്ചു വിട്ടുന്നത്? കഴിഞ്ഞ സീസണിൽ ബെല്ലിംഗാം എന്ത് തേങ്ങയാണോ റയൽ മാഡ്രിഡ് ടീമിൽ കാണിച്ച്? ശരിയാണ്, ബെല്ലിംഗാം ഈസ് ഒരു അസാമാന്യ വർക്ക് റേറ്റ് ഉള്ള ഗ്രേറ്റ് പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ് ബെല്ലിംഗാം, അതിലൊന്നും ഇവിടെ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ ഇതിടുന്നവന്മാരൊക്കെ പൊട്ടന്മാരാണ്. നമ്മൾ ഓഡിയൻസിന് ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന പോലെയല്ലേ. റയൽ മാഡ്രിഡിൻ്റെ ഓഡിയൻസ് വരെ നോക്കിയിട്ടുണ്ടാവും, ഇവനെങ്ങനെ ഇതിൽ കയറിക്കൂടി? ഒരു ഐഡിയ ഇല്ല. ലെഫ്റ്റ് വിങ്ങിൽ ആരെ കൊടുത്തിട്ടുണ്ടെന്ന് അറിയും? പെട്രി ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടാണ് എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പഠിച്ചോന്നറിയാം, പെട്രിയാണ് ലെഫ്റ്റിൽ കൊടുത്തിട്ടുള്ളത്, റഫീനി ഒഴിവാക്കിയിട്ട്. എടാ, ആ പെഡ്രിനെ എങ്ങോട്ട് താഴോട്ടിറക്കി? പെഡ്രി ഡിസേർവിംഗ് ആട്ടോ വേൾഡ് ലെവലിൽ, അതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പെഡ്രിനെ എങ്ങോട്ട് താഴോട്ടിറക്കി? ബെല്ലിംഗാം ഡിസേർവിംഗ് അല്ല. ആ ലെഫ്റ്റിൽ റഫീനി ഞാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 11 പെർഫെക്റ്റാണ്. എൻ്റെ പൊന്നെ, ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റാഫീനെ ഞങ്ങൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല, ഞങ്ങൾ കയറ്റില്ല. ആ ഒരു മൈൻഡ് സെറ്റിലാണ് വേൾഡ് 11 കെട്ടവന്മാർ നിൽക്കുന്നത്. എൻ്റെ പൊന്നെ, എന്തായാലും റൈറ്റിൽ കോൾ പാമർ, അത് വേറെ ഒരു കോമഡി. കോൾ പാമർ ഞാൻ പറഞ്ഞോ, ചാമ്പ്യൻസ് ലീഗിൽ പോലും കളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിൽ ഒരു 10-14 ഗോളും 11 അസിസ്റ്റും ഉണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ. റാഫീനയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ നിങ്ങൾ നോക്കി. റാഫീനയെ വേണമെങ്കിൽ റൈറ്റിലും ഇടാം, ഓക്കെ. അപ്പം പെഡ്രിയെ മറ്റേ ലെഫ്റ്റിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ റാഫീനയെ റൈറ്റിലും ഇടാം. റാഫീനയുടെ ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞ് മടുത്തു. കാര്യം പറയാലോ, 38 ഗോൾ 25 അസിസ്റ്റ്, 60-ലേറെ ഗോൾ കോൺട്രിബ്യൂഷൻ. എങ്ങനെ ഇടയിൽ നിങ്ങൾക്ക്? എങ്ങനെ? ഹൗ യു ക്യാൻ ഡു ദാറ്റ്? വാട്ട് ദ? ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ നിങ്ങളുടെ ഫിഫ വേൾഡ് പ്രോ 11 നമ്മൾ കാണുന്നവർ ടു ബി ഫ്രാങ്ക് മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുന്ന സമയത്ത്. എച്ചാതി സാധനം. പിന്നെ സ്ട്രൈക്കേഴ്സായിട്ട് ഒന്ന് ഒസ്മാൻ ഡെമ്പലെയും, എംബാപ്പെ ഇല്ല കേട്ടോ, സോറി എംബാപ്പെ ഇല്ല, ഒന്ന് ഒസ്മാൻ ഡെമ്പലെ, ഒന്ന് ലമീൻ യമാൽ. പോട്ടെ, ലമീൻ യമാൽ കഴിഞ്ഞ സീസൺ ഒരു ഗ്രേറ്റ് സീസണാണ്, ഡൊമസ്റ്റിക് ട്രബിൾ അടിച്ച സീസണാണ്. ഇതൊക്കെ റാഫീനെ കൊണ്ട് കിട്ടോ. കൊപ്പ ഡെൽ റേ, കൊപ്പ ഡി എസ്പാനിയ, ലാ ലീഗ, ഇതൊക്കെ റാഫീനെ കൊണ്ട് ലമീൻ യമാലുണ്ട്. ലമീൻ യമാൽ ഡിസേർവിംഗ് ആണ്. പോട്ടെ, ഓക്കെ ഫൈൻ. സ്ട്രൈക്കറായ ഡെമ്പലെ, അതും പക്കാ ഫൈൻ.
കോൾ പാമർ, ജൂഡ് ബെല്ലിംഗം, ഇവർ 2 പേരും അത് റാഫീനിയെ പുറത്ത് നിർത്തി. അന്തം വിട്ടുട്ടോ, മൊത്തത്തിൽ എൻ്റെ കിഴി പോയി. അച്ചാതി റാങ്കിങ്. ഞാൻ റാഫീനിയുടെ ഈ ഒരു ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ അവാർഡിൻ്റെ റാങ്കിങ് എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, ഞാൻ ജസ്റ്റ് നോക്കി പക്ഷേ കണ്ടില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ടോപ്പ് 10 ലിസ്റ്റും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തട്ടോ പ്ലീസ്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. സോ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഞാൻ അന്തം വിട്ട് പോയത് പല ഫേമസ് പ്ലേയേഴ്സിൻ്റെയും വോട്ടിങ് കണ്ടിട്ടാണ്. ഓരോരുത്തർക്കും 3 വോട്ട് ചെയ്യാം. ഒരു ക്യാപ്റ്റനും കോച്ചിനും വെച്ച് ഓരോ മറ്റേ നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റനും കോച്ചിനും വെച്ച് ഓരോരുത്തർക്ക് ഒരു വോട്ട് ചെയ്യും. അങ്ങനെ ഓരോ ഫേമസ് പ്ലേയേഴ്സിൻ്റെ വോട്ട് കണ്ടപ്പോഴാണ് ഞാൻ അന്തം വിട്ട്. റാഫീനിയെ എനിക്ക് സങ്കടമായിടാ. ഒരാൾ പോലും ഫസ്റ്റ് വോട്ടെ 3ാമത്തെ വോട്ട് പോലും കൊടുത്തിട്ടില്ലടേ, ഒരാൾ പോലും. ലമീൻ യമാലിനൊക്കെ പുഷ് ചെയ്ത് വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എംബാപ്പയ്ക്കും ഫസ്റ്റ് കൊടുത്തു. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് സങ്കടമാവുന്നത്. എംബാപ്പെ അടിപൊളി പ്ലെയറാണ്. ഇനി അതിന് ഒന്ന് കമൻറ്റ് ബോക്സ് ഇടാൻ നിൽക്കണ്ട. നല്ല പ്ലെയറാണ്. പക്ഷെ കഴിഞ്ഞ സീസണിൽ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തൊക്കെയോ നടക്കുന്നത് സംഭവം. ശരി, നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഓഡിയൻസ് ഇതൊക്കെ ഫുട്ബോൾ കാണുന്നതിനാണ്. നമുക്ക് ഇത് കാണുമ്പോൾ ഇത് ബെസ്റ്റ് പ്ലെയർ ആരാണ്, ആരൊക്കെയാണ് ടോപ്പ് 10-ലുള്ളത്, ആരൊക്കെയാണ് വേൾഡ് ലെവലിലുള്ളത് കാണുമ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കര ത്വരയാണടി. പക്ഷെ അതിലൊക്കെ ഒരുമാതിരി ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ മോശം. എന്തായാലും നമുക്കിനി അടുത്ത ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ അവാർഡ് നോക്കാം. ആരൊക്കെ കിട്ടും, ആരൊക്കെ ഉണ്ടാവും വേൾഡ് ലെവൽ എന്നൊക്കെ നോക്കാം. ആരൊക്കെ തഴയും, ഏതൊക്കെ ലാറ്റിൻ അമേരിക്കൻ പ്ലേയേഴ്സിനെ ഒഴിവാക്കി വിടും എന്നുള്ളതൊക്കെ നമുക്കിനി അടുത്ത പ്രാവശ്യം നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്.